കള്ളത്തരം തന്നെ നേതാക്കന്മാര് പറയാ. അത് പറഞ്ഞപ്പോഴോ അണികൾക്ക് തോന്നി ഇവർക്കും പറയാ കള്ളത്തരം. അതാ ഇപ്പൊ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാന് താമരശ്ശേരി പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഇവരെ വിദേശത്തുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനം പൂട്ടിക്കിടന്നു. അപ്പതാ ഇറങ്ങണ്. നമ്മൾ പ്രസംഗം തുടങ്ങിയതിന്റെ ശേഷം നമ്മളിവിടെ പ്രസംഗം തുടങ്ങുന്നത് എപ്പോഴാ? ഇവിടത്തെ ഇന്ത്യൻ സമയം 4:30 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. വിദേശത്തോ ഇന്ത്യൻ സമയം 5:30 മണിക്കാണ് ഇവരുടെ പൂട്ടിക്കിടന്നിരുന്ന സ്ഥാപനം. എന്നാ അപ്പൊ വേറൊരുത്തം വന്നിട്ട് പറയാണ് എന്ത്, അത് ശൈത്യകാലത്ത് എല്ലാ സ്ഥാപനങ്ങൾക്കും ലീവാണ്, തൊഴിയൂർ അത് അറിഞ്ഞില്ല, തൊഴിയൂരിന് ആരോ പറഞ്ഞു പറ്റിച്ചതാ. അങ്ങനെ പറഞ്ഞു പറ്റിക്കുമ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങണ ടീമല്ല ഞങ്ങള്. കൃത്യമായ തെളിവ്. അത് വെച്ചിട്ട് അബ്ബം പറയണത് എവിടുന്നാ? ഓന് UAE കഥ പറയണത് വേറെ ഏതോ നാട്ടീന്നാ. ചങ്ങായി അനക്കാ ബക്കാല കച്ചവടം നല്ലത്. അതൊക്കെ ഒരു നല്ല ഏർപ്പാടാണല്ലോ ബക്കാലയില്. അതൊരു നല്ല എത്രയോ നല്ല മനുഷ്യന്മാർ ചെയ്യണേ, അവരെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിനുള്ള വഴിയാ. അതിലും എന്നെ പറ്റാത്ത കോലായാലും അതൊക്കെ ഒരു ബർക്കത്തുള്ള പരിപാടിയല്ലേ. ഇജ്ജ് ചെയ്യേണ്ട അവിടുത്തെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള അതൊക്കെ കൃത്യസമയത്ത് എത്തിക്കൊണ്ടോടത്ത് എത്തിക്കുക. അതിലുച്ച് കള്ളത്തരം കാണിക്കല്ല. അനസ് പറഞ്ഞമാതിരി സക്കരിയ പറഞ്ഞമാതിരി തൗബയിലും ചതി പാടില്ല എന്ന് പറഞ്ഞമാതിരി അതിലും വഞ്ചന കാണിക്കല്ലേ. അതൊക്കെ നടത്തിയേക്ക്. ഇജ്ജ് അനക്ക് ഇവിടെ നടക്കണമല്ല കഥ അറിയോ? എടാ നിങ്ങളെ സ്ഥാപനം അത് ലീവിലായിരുന്നു. ആ ശൈത്യകാലത്തെ ലീവ് ഏതാണെന്നറിയോ ടിയാന്? അത് ഡിസംബർ 21-നാണ് അവിടെ നിങ്ങളെ സ്ഥാപനത്തിന്റെ, വിദേശത്തുള്ള സ്ഥാപനത്തിന്റെ വിന്റർ വെക്കേഷൻ ആരംഭിക്കുന്നത്. എന്ന് 21-ന് ഒരാഴ്ചയാ ലീവ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സ്ഥാപനം തുറന്നു. എന്നിട്ടോ പിന്നെ 2 ദിവസത്തിന് ശേഷം പിന്നെ എന്തിനു പൂട്ടി? 21 കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ഈസ? ഞാൻ ചോദിക്കട്ടെ, ജനുവരി 4-ാം തീയതി, ജനുവരി 3-ഉം 4-ഉം എന്താഴ്ച? ശനി ഞായറുവാ. അന്ന് നിങ്ങളെ വെക്കേഷൻ മദ്രസ കൂടുതൽ സമയത്ത് പ്രവർത്തിക്കുന്ന സമയല്ലേ? അന്ന് തുറന്നിട്ടുണ്ടോ? തെളിയിക്കാൻ ആളായി പറഞ്ഞവരുണ്ടോ? ചോദിച്ചില്ലടോ ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ അടക്കം വെച്ചില്ലേ? ചോദിക്കട്ടെ, 21-ന് ലീവ് ആരംഭിച്ചു, ഒരാഴ്ച കഴിഞ്ഞ് തുറന്ന്, പിന്നെന്തിനെ പൂട്ടിയത്? പിന്നെ ദിവസങ്ങൾ പൂട്ടിക്കിടന്നില്ലേ? പിന്നെ എപ്പോഴാ നിങ്ങൾ തുറക്കണത്? 5-ാം തീയതി തിങ്കളാഴ്ച. അതുവരെ എന്തായിരുന്നു? പറയും മറുപടി. ബാക്കി ഞാൻ പറഞ്ഞുതരാ, ബാക്കി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചുതരാ. നിങ്ങളുടെ വിദേശത്തുള്ള സ്ഥാപനത്തിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിലെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ ഔദ്യോഗികമായി അയച്ച മെസ്സേജ് ഞങ്ങളെ കയ്യിലുണ്ട്. കറക്റ്റായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ വിന്റർ വെക്കേഷൻ എന്നായിരുന്നു എന്ന്. അപ്പൊ ആ തരികട വിട്ടേക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, അതുപോലെ ഹവാല കുഴൽ പണമിടപാട് നടക്കുന്നുണ്ട്, ട്രോളികൾ അവിടെ നിന്ന് വരുന്നുണ്ട്, ഗ്രീൻ ചാനൽ വഴി കടക്കുന്നുണ്ട്. എന്തേ മുണ്ടാത്ത്? ഇപ്പങ്ങൾ മുണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാ സംഭവം. അവിടെ ബേജാറിപ്പോഴും തുടരുക. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന യാത്ര യഥാർത്ഥത്തിൽ മനുഷ്യക്കുരുതിക്കൊപ്പമല്ലേ? ആളുകളെ കൊല്ലുന്നവർക്കൊപ്പമല്ലേ? നരാധമന്മാർക്കൊപ്പമല്ലേ? നരഭോജികൾക്കൊപ്പമല്ലേ? കൊലയാളികൾക്കൊപ്പമല്ലേ? കള്ളക്കടത്തിനൊപ്പമല്ലേ? സ്വർണ്ണക്കടത്തിനൊപ്പമല്ലേ? കൊള്ളക്കാർക്കൊപ്പമല്ലേ? നുണയന്മാർക്കൊപ്പമല്ലേ? എന്നിട്ട് നിങ്ങൾ പറയാ എന്ത്? മനുഷ്യർക്കൊപ്പം. മനുഷ്യർക്കൊപ്പം എന്നുള്ളതിലെ മീമ് പറയാൻ കേരളത്തിലെ AP സമസ്തകളുടെ ഗുണ്ടകളെ നിങ്ങൾക്ക് അവകാശമുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിഷയം അടിസ്ഥാനപരമാണ്.